ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. പവിത്രത്തിൽ നമ്മുടെ വിക്രമാണ് വരുണിനെ കൊലപ്പെടുത്തി എന്നുള്ള കാര്യം എല്ലാവരെയും വിശ്വസിപ്പിക്കുകയാണ് കേട്ടോ ശ്രീകാന്ത്. അങ്ങനെ ശ്രീകാര്യം ശ്രീനിവാസൻ്റെ വീട്ടിൽ വിക്രം ഒളിച്ചു താമസിക്കുകയാണ്. ഈ വിവരം പുളിക്കൻ അറിയാം. പുളിക്കൻ നമ്മുടെ ശ്രീകാന്തിനെ വിളിച്ചു പറയും, ശ്രീനി സാറിൻ്റെ വീട്ടിലാണ് വിക്രം ഇപ്പോൾ താമസിപ്പിക്കണേന്ന് പറയുകയാണ് കേട്ടോ. അപ്പോൾ പറയുകയാണ്, ഇതിന് വേണ്ട കാര്യങ്ങൾ ഞാൻ ചെയ്തോളാം പുളിക്കാന്ന് പറയാണ് ശ്രീകാന്ത്. അപ്പോൾ പുളിക്കൻ പറയും, ഇപ്പോൾ ഒന്നും ചെയ്യരുത്, ഇപ്പോൾ എന്തെങ്കിലും ചെയ്താൽ അത് ഞാൻ പറഞ്ഞിട്ടാണ് വിക്രം ഇവിടെയുള്ള കാര്യം നിങ്ങൾ അറിഞ്ഞെന്ന് വിചാരിക്കും, അതെൻ്റെ പണിയെ ബാധിക്കുമെന്ന് പുളിക്കൻ പറയാണ്. അപ്പോൾ അതൊന്നും ഉണ്ടാവില്ല എന്നൊക്കെ പറയാണ്. ഇതൊക്കെ കഴിഞ്ഞ് ഈ സംസാരം നമ്മുടെ വേദ കേൾക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വേദയ്ക്ക് മനസ്സിലായി പുളിക്കനും ശ്രീകാന്തും കൂടിയിട്ടാണ് വിക്രത്തിന് എതിരെ ഈ കേസ് ഉണ്ടാക്കിയേക്കണമെന്ന് മനസ്സിലാവുകയാണ് കേട്ടോ. അപ്പോൾ തന്നെ വിക്രത്തിൻ്റെ കൂട്ടുകാരെ വിളിച്ച് വേദ പറയും, പുളിക്കനൊന്ന് ശ്രദ്ധിക്കണം, പുളിക്കന് ഈ മരണത്തിൽ എന്തോ പങ്കുണ്ടെന്നൊക്കെ പറയാണ് കേട്ടോ. പിന്നെയുള്ള ശ്രദ്ധയൊക്കെ ഇവർ പുളിക്കനെ ശ്രദ്ധിക്കുകയാണ്. ഈ സമയത്ത് ശ്രീകാന്ത് പോലീസുകാരെ വിളിച്ച് പറയുന്നത് വേദ കേൾക്കുകയാണ് കേട്ടോ. ശ്രീനി സാറിൻ്റെ വീട്ടിൽ വിക്രം ഉണ്ടെന്നുള്ള കാര്യം. ഇത് കേട്ടപ്പോൾ തന്നെ വേദ വേഗം ശ്രീനി സാറിനെ വിളിച്ചിട്ട് പറയും, പോലീസ് അവിടെ റെയ്ഡിന് ഇപ്പോൾ വരും, വിക്രത്തിനെ അവിടെ നിന്ന് മാറ്റണമെന്ന് പറയുകയാണ് കേട്ടോ. അത് ഉടനെ തന്നെ വിക്രത്തിനെ അവരവിടെ നിന്ന് മാറ്റണം. വിക്രം ഒരു കാട്ടിക്കടയൊക്കെ ഇങ്ങനെ കയറി ഇറങ്ങി സഞ്ചരിക്കുമ്പോൾ വാസ്തവൻ്റെ കണ്ണിൽ പെടുകയാണ്. വാസ്തവൻ വന്ന് നമ്മുടെ വിക്രത്തിനെ ഇടിച്ച് വീഴ്ത്തുകയും വെടിവെക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആ സമയത്ത് വേദയും കൂട്ടുകാരും കൂടിയിട്ട് നമ്മുടെ വിക്രത്തിനെ അന്വേഷിച്ച് കാട്ടിക്കട നടക്കുകയാണ്. അങ്ങനെ വേദ വിക്രത്തിനെ കണ്ടെത്തുകയാണ്. വേദ കണ്ടെത്തി കഴിഞ്ഞ് വേദ ഒരാൾ താമസമില്ലാത്ത ഒരു വീട്ടിൽ പോയി വിക്രത്തിനെ കൊണ്ടുപോയി അവിടെ എഴുത്താണ്. എന്നിട്ട് അനിയൻകുട്ടനോട് പറയും, വേഗം പോയി ഒരു ഡോക്ടറെ വിളിച്ചുകൊണ്ട് വരാൻ പറയും കേട്ടോ. അപ്പോൾ ആരും വിശ്വസിക്കാവുന്ന ഒരു ഡോക്ടറെ വേണം കൊണ്ടുവരാൻ എന്നൊക്കെ വേദ പറഞ്ഞയക്കുന്നുണ്ട്. ആ സമയത്ത് വിക്രത്തിന് വേദന കൊണ്ട് പൊളയാണ് കേട്ടോ. വിക്രം പറയുന്നുണ്ട് വേദയോട്, വേദ നീ ആ ബുള്ളറ്റ് വലിച്ചൂരിയെടുക്കുന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ വേദയ്ക്ക് പേടിയായിട്ട് വേദ ആ ബുള്ളറ്റ് വലിച്ചൂരിയെടുക്കുന്നില്ല കേട്ടോ. അവസാനം പറയണം, വേദ എനിക്ക് വേദന കൊണ്ട് ഒരു രക്ഷയുമില്ല, നീ എങ്ങനെയെങ്കിലും ആ ബുള്ളറ്റ് ഒന്ന് വലിച്ചൂരിയെടുക്കുമെന്ന് പറയാം കേട്ടോ. മനസ്സില്ലാ മനസ്സോടെയാണെങ്കിലും വേദ ആ വെടിയുണ്ട വലിച്ചൂരി എടുക്കുകയാണ് കേട്ടോ. ആ വേദനയോട് കൂടിയിട്ട് വിക്രം ഇങ്ങനെ വേദയുടെ തോളിൽ കിടന്ന് ഉറങ്ങുകയാണ്. ആ സമയത്ത് ഒരു റിട്ടയർഡ് നേഴ്സിനെയും കൊണ്ട് നമ്മുടെ അനിയൻകുട്ടൻ എത്തുകയാണ് കേട്ടോ. അങ്ങനെ അയാൾ ഡ്രസ്സൊക്കെ ചെയ്ത് ഭംഗിയാക്കി വെച്ചിട്ട് അവർ പോവുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഈ ഗൂഢാലോചനയുടെ പിന്നിൽ ശ്രീകാന്തിന് പങ്കുണ്ടെന്നുള്ള കാര്യം വേദയ്ക്ക് മനസ്സിലാവുകയാണ് കേട്ടോ. അപ്പോൾ വേദ മറ്റേ പുളിക്കനെ നിരീക്ഷിക്കാൻ വേണ്ടി വിക്രത്തിൻ്റെ കൂട്ടുകാരോട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു രാത്രിയിൽ വിക്രത്തിൻ്റെ ഷർട്ടും ഈ കത്തിയും ഒക്കെ കൂടിയിട്ട് കൊണ്ട് ഒരു ആളൊഴിഞ്ഞ കെട്ടിടത്തിലെ കിണറിൻ്റെ സമീപത്തേക്ക് പുളിക്കൻ പോണത് രാജേട്ടനൊക്കെ കാണുകയാണ് കേട്ടോ. അപ്പോൾ അതെന്താണെന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ വിക്രത്തിൻ്റെ നിരപരാധിത്വം തെളിയിക്കാൻ കഴിയുമെന്നുള്ള കാര്യം വേദയ്ക്ക് മനസ്സിലാവുകയാണ് കേട്ടോ. എന്തായാലും ഇനി വരുന്ന ആഴ്ചകളിലെ എപ്പിസോഡിൽ നമ്മുടെ വേദ വിക്രം നിരപരാധിയാണെന്ന് തെളിയിക്കും. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.